എവിടേക്കാ രണ്ടുപേരും കൂടെ? ഞങ്ങള് പോവുക. എങ്ങോട്ട് പോകുന്നു? ഒരിടത്തേക്കും പോവണ്ട, ഇവിടെ നിന്നാ മതി. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോ ഞാൻ വ്യക്തമാക്കി തരാം. ഈ വേഷം കെട്ടാരും കണ്ടുപിടിക്കില്ലെന്നാണോ വിചാരിച്ചേ? ഇന്നലെ കണ്ട അവളിപ്പോ നിനക്ക് ഏറ്റവും വലിയവളായി അല്ലേ? അവളും അവളുടെ അമ്മയും കണക്കാടി. കാലം കുറയായി അമ്മയും മോളും കൂടെ നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ദേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ ഞാൻ വന്ന പോലെ തിരിച്ചു പോകും. നവീന്റെ ഭാര്യയായിട്ട് തനിക്ക് ഇവിടെ ജീവിക്കാം. അതല്ല, കൃഷ്ണയെ കുറിച്ച് ഇനിയും കുറ്റം പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ എല്ലാം തല്ലി പിരിച്ച് കൃഷ്ണയും നവീനെയും എല്ലാവരുടെയും മുമ്പിൽ ഒരുമിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി തന്റെ മമ്മിയുണ്ടല്ലോ, സിത്താര ശ്രീനിവാസ്, അവരെ വിളിച്ചു വരുത്തൊന്നും വേണ്ട. ഞങ്ങൾ ഓട്ടോക്കാർക്കേ മുതലാളി തൊഴിലാളി എന്നൊന്നുമില്ല. വണ്ടി കയറുന്നവർക്കൊക്കെ ഒറ്റ പേരേ ഉള്ളൂ, സവാരിക്കാര്. ആ ട്രീറ്റ്മെന്റ് സിത്താര മാമിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഒന്ന് ഒതുങ്ങിക്കോ, സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ലേ. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നിത്യേനെ നീ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നീ ഇവിടെ തുടങ്ങിയ? അതല്ല, പിന്നെ എന്തോന്നു? അമ്മ എവിടെ? അമ്മ അവിടെ എവിടെയെങ്കിലും കാണും. അച്ഛാ, ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അച്ഛാ, ഗാഥ ഒന്നല്ല, ഗാഥ രണ്ടാ. അച്ഛാ, പറഞ്ഞോ. ഞാൻ സീരിയസ് ആയിട്ട് പറയോ, ഗാഥ പോലെ വേറൊരുത്തുണ്ട്. മോളെ, ഈ പരീക്ഷ ഞാൻ നേരത്തെ എഴുതിയിട്ട് അതിനുള്ള റാങ്ക് പിടിച്ചിട്ട് നിൽക്കുക. അച്ഛൻ എന്താ ഒരു ആവേശമില്ലാത്തെ? തല്ല് കൊള്ളാൻ താല്പര്യം ഇല്ലാത്തോണ്ട് തന്നെയാ. അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത്രയും നാളെ രണ്ട് ഗാഥയുണ്ടെന്ന് പറഞ്ഞ് അതിന് തെളിവ് കൊടുക്കാൻ നടക്കല്ലായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ തെളിവടക്കം രണ്ടുപേരും ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. മോള് ചെല്ല്. അച്ഛനെ തല്ല ആവശ്യമുള്ളപ്പോ അച്ഛൻ എരന്ന് വാങ്ങിച്ചോളാം. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല, പ്ലീസ്. അച്ഛന്റെ വാക്ക് പാലിക്കണ്ടേ? എല്ലാവരുടെ മുന്നിൽ തെളിവ് കൊടുക്കണ്ടേ? അച്ഛന് വേണ്ടിയല്ലേ ഞാൻ പറയുന്നേ. അച്ഛൻ എന്റെ കൂടെ ഒന്ന് വന്നേ. അച്ഛൻ വാച്ചാ. അച്ഛൻ നാഗത്തന്മാരുടെ മുന്നിൽ സത്യം ചെയ്തല്ലേ? അച്ഛനത് തെളിയിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നേ. അച്ഛൻ രണ്ട് ഗാഥ ഇവിടെയുണ്ട്, ഈ പകൽ വെട്ടത്തില്. നീ പറയുന്നത് സത്യമാണോ? പിന്നല്ലാതെ. എനിക്ക് ഭ്രാന്തുണ്ടോ? അതുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഒരു കഥ വീടിന് പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരാള് വീടിനകത്തും ഉണ്ട്. തോന്നലുകൾ വരുമ്പോ അങ്ങനെയാണ് മോളെ. ഇതുവരെ എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മോളെ. അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രണ്ടുപേരെ നമുക്ക് കയ്യോടെ പിടിക്കണം. അച്ഛൻ ഒരു കാര്യം ചെയ്, പുറത്ത് നിൽക്കുന്ന ഗാഥ അച്ഛൻ തടഞ്ഞു നിർത്ത്. അകത്ത് നിൽക്കുന്ന ഗാഥയുടെ കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ എന്താ ഈ ആലോചിക്കുന്നേ? ഒരു ഗാഥ നിൽക്കുന്നതും വേറൊരു ഗാഥ വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ രണ്ട് ഗാഥയും കൂടി എന്തിനാ ഒരുമിച്ച് വരുന്നത്? അച്ഛാ, അവര് രണ്ടുപേരും ഒരേ വേഷത്തിലാ, ഒരേ പെരുമാറ്റവും. അപ്പൊ അതിന്റെ ഒക്കെ പുറകിൽ എന്തോ കനത്ത ഉദ്ദേശമുണ്ട്. ഇപ്പൊ തന്നെ പിടിച്ചേക്കല്ലേ മോളെ? പിന്നെ എപ്പോ പിടിക്കാൻ അച്ഛൻ വന്നേ? എന്റെ നാഗദൈവങ്ങളെ, ഉദയൻ അടുത്ത തല്ല് കൊള്ളാൻ തയ്യാറാ? ഞാനെന്താ ഈ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്? എന്റെ പൊന്നു നാഗദൈവങ്ങളെ, അത് മായ്ച്ചിട്ട് ഈ പ്രാർത്ഥന അങ്ങ് എടുത്തോളണേ. എന്തെങ്കിലും ഒരു ആൾമാറാട്ടം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണേ. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ മോളെ. അച്ഛൻ പുറത്തേക്ക്, ഞാൻ അകത്തേക്ക്. കാര്യമൊക്കെ ശരി, പക്ഷെ അച്ഛൻ സ്ഥിരമായിട്ട് പുറത്താവരുത്. എനിക്ക് അത്രേ ഉള്ളൂ മോളെ. വാ 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 വാ. മാഡം അനിയൻ സാറുമായിട്ട് നല്ല അടുപ്പമല്ലേ? സാറിന്റെ സ്വഭാവം അങ്ങനെയാ, പെട്ടെന്ന് ആരുമായിട്ടും അടുത്തു പോവും.
എന്നാ ഇനി തുക കൈമാറിക്കൊള്ളൂ. ആ മണിക്കുഞ്ഞ്. ആ സർ, മോളെ ചെക്ക് മോളെ ഏറ്റുവാങ്ങ. അതെന്താ സാറേ മാഡത്തോട് ചെക്ക് മേടിക്കാൻ പറയുന്നേ? ചെക്ക് വാങ്ങിച്ചോ മോളെ? അല്ല അത് ഞാൻ ഒന്നും പറയണ്ട, വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞിട്ടില്ലേ? അനിയൻ സാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ടൊരു അർത്ഥമുണ്ട്. താനത് വാങ്ങിച്ചിട്ട് അനിയൻ സാറിന് കൊടുക്കുക. ആ വാങ്ങിച്ചോ. ഓക്കെ സാർ. എല്ലാം നന്നായി നടക്കും. എടാ മണിക്കുഞ്ഞ്, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തേക്ക്. അച്ഛാ നമുക്കേ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാം. ഇറങ്ങാം. ഗാഥ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വേഷത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ ഐശ്വര്യം. അല്ലെങ്കിൽ അനിയൻ സാർ ചെക്ക് വാങ്ങിക്കാൻ തന്നെ ചുമതലപ്പെടുത്തുമോ? എൻ്റെ ഭാഗ്യമാണ് താൻ. എന്നാ മീനെ എന്താ സാർ? ഒതുങ്ങി വന്നേ. ആ, മോളിക്കുട്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടി വരുമായിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടം. ഗാഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കേ തൽക്കാലം അവിടെ പോയി നിൽക്കാം. വാ. എങ്ങോട്ടാ? എവിടേക്കാ രണ്ടുപേരും കൂടെ? ഞങ്ങൾ പോവുക. എങ്ങോട്ട് പോകുന്നു? ഒരിടത്തേക്കും പോകണ്ട, ഇവിടെ നിന്നാ മതി. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോ ഞാൻ വ്യക്തമാക്കി തരാം. ഈ വേഷം കെട്ടാരും കണ്ടുപിടിക്കില്ലെന്നാണോ വിചാരിച്ചേ? ഒരു വീടിനകത്ത് ഒരേപോലത്തെ രണ്ടുപേര്, എന്നിട്ട് രണ്ടുപേരും കൂടെ ആൾക്കാരെ അങ്ങ് കളിപ്പിക്കാം. ഇതിന്റെ സത്യം ഇന്ന് തെളിയിച്ചിട്ടേ ഉള്ളൂ. അതോടെ രണ്ടുപേർക്ക് ഇവിടുന്ന് പുറത്തു പോവാം. അതെ, നീ എവിടെ പോവാ? ഞാൻ എവിടെ പോയി നിനക്കെന്താ? നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നീ നോക്കിക്കോ. പക്ഷേ എന്നെ അനുസരിപ്പിക്കാൻ വരല്ലേ.